चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति सपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान् विदन्तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम्। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताकस्वामिन् इति नामिने नमो ओमाचार्यपादाय निताय कृपाप्रदायिने गौरकथाधामदाय नगरग्रामधारिणे नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद मूकं करोति वाचालं भंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणम् परमानंद माधवं श्रीचैतन्यमीश्वरं कृष्णाय वासुदेवाय देवकी नंदनाय च नन्दगोपकुमाराय गोविंदाय नमो नमः। हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा। ഭഗവത്ഗീതയില് 13-ാം അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ എടുക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഭഗവാനെ മനസ്സിലാക്കാൻ, അതായത് 5 മാർഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? പരമാത്മാവ്, ഉപദ്രഷ്ട, അനുമന്ത, ഇല്ലേ? പിന്നെ ഭർത്ര, ഭോക്ത, മഹേശ്വര, ഇങ്ങനെ 5 തരത്തില് ഭഗവാനെ മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെ പല രീതിയില് ഭഗവാനെ മനസ്സിലാക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്നാണ് 24-ാമത്തെ ശ്ലോകത്തില് പറയുന്നത്. യേവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈഃ സഹ സർവഥാ വർത്തമാനോപി ന സ ഭൂയോ അഭിജായതേ. അപ്പൊ ഇങ്ങനെ പല രീതിയില് ഭഗവാനെ മനസ്സിലാക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഭൗതിക ലോകത്തിനപ്പുറം കടക്കാൻ സാധിക്കും. അതായത് ഒരു മുക്താത്മാവായി തീരാൻ സാധിക്കും എന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. ഭൗതിക പ്രകൃതിയെയും ജീവസത്തെയും പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ അന്യോന്യ ബന്ധത്തെയും വിശദമായി അറിഞ്ഞവർക്ക് നിശ്ചയമായും മോക്ഷം ലഭിക്കും. ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഈ ലോകത്തിൽ അവർ വീണ്ടും ജനിക്കില്ല. നമ്മളിപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ഏതവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിലും നമുക്ക് ഭഗവാനെ കുറിച്ച് പല രീതികളിൽ മനസ്സിലാക്കി നമ്മളെ ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് ഇനി തിരിച്ചു വരേണ്ടി വരില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം? ഭഗവാനിലെ വിശ്വാസം വേണം. ഇപ്പം ഹിരണ്യകശിപു പ്രഹ്ലാദനിൽ നിന്ന് ഭഗവാനെ കുറിച്ച് കേട്ടു, ഇല്ലേ? പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛൻ നാരായണൻ എല്ലായിടവും ഉണ്ട്, കല്ലിലും തൂണിലും തുരുമ്പിലും, അച്ഛന്റെ ഉള്ളിലും എന്റെ ഉള്ളിലും എല്ലാ ചരാചരങ്ങളുടെ ഉള്ളിലും നാരായണനുണ്ട്, ഭഗവാനുണ്ട്. പക്ഷെ ഹിരണ്യകശിപുവിന് വിശ്വാസമില്ല. അതുകൊണ്ട് എന്താ പറഞ്ഞത്? ഈ തൂണിലുണ്ടെങ്കിൽ ഒന്ന് പുറത്തു വരട്ടെ എന്നും പറഞ്ഞ് വാളുകൊണ്ട് തൂണ് വെട്ടി. അപ്പോൾ ഭഗവാൻ പുറത്തേക്ക് വന്നു. തന്റെ ഭക്തന്റെ വാക്ക് സത്യമാക്കാനാണ് എങ്കിലും ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് എന്ന് കാണിച്ചു തരികയാണ് ചെയ്തത്. പക്ഷെ അതിന് നമുക്ക് എന്ത് വേണം? വിശ്വാസം വേണം. വിശ്വാസമാണ് എല്ലാം. വിശ്വാസം ഇല്ലെങ്കിൽ നമുക്കൊന്നും നടക്കില്ല.
അപ്പൊ 15-ാം അധ്യായത്തില് ഭഗവാൻ പറയുന്നുണ്ട്, സർവസ്യചാഹം ഹൃദിസന്നിവിഷ്ടം മത്തസ്മൃതി ജ്ഞാനം അപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യ വേദാന്തകൃത് വേദവിദേഹചാകം. അതായത് നമുക്ക് ഓർമ്മശക്തി, മറവി ഇതെല്ലാം തരുന്നത് ആരാണ്? ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാന് എല്ലായിടത്തും ഉണ്ട്, എല്ലായിടവും സർവവ്യാപിയായിട്ട് വ്യാപിച്ചിരിക്കുകയാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം ഇവിടെ ജീവാത്മാവ്, ഭൗതിക പ്രകൃതി, പരമാത്മാ ഇവ തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഭക്തിമാർഗത്തില് മുന്നോട്ട് പോകാന് സാധിക്കില്ല. അപ്പം ഇതിനെ കുറിച്ചുള്ള ബന്ധം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളവര് മുക്താത്മാക്കളാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഭൗതിക പ്രകൃതിയിലേക്ക് തിരിച്ചു വരാതെ പരവ്യോമത്തിലേക്ക്, അതായത് ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് ഇവിടെ ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഭഗവാനെ കുറിച്ച് ജ്ഞാനം വേണം, ഇല്ലെങ്കിൽ നമുക്ക് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടാൻ നമുക്ക് സാധിക്കില്ല. അപ്പം നമ്മള് ജീവാത്മാക്കള് അനാദിയാണ്. അനാദിയായ ജീവാത്മാക്കള് അനാദികാലം മുതലേ നമ്മൾ പലതരത്തിലുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷെ എങ്ങനെ കർമ്മം ചെയ്യണം, അല്ലെങ്കിൽ ഏത് കർമ്മം ചെയ്താലാണ് നമ്മൾ മുക്തരാകുക എന്ന് നമുക്കറിയില്ല, അറിയാതെ പോയി എന്ന് ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട് നമ്മളോട്. ഇപ്പൊ നമുക്കൊരു അസുഖം വന്നു, അസുഖം വന്നാല് നമ്മൾ ചികിത്സിക്കണം, ഇല്ലേ? ശരിയായ സമയത്ത് ചികിത്സ നടത്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ അസുഖം ഭേദമാവില്ല, നമ്മൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരും. അതുപോലെയാണ് നമ്മൾ ശരിയായ രീതിയിൽ ശരിയായ പാതയിൽ നിന്ന് നമ്മൾ ഉപദേശം കിട്ടി ശരിയായ രീതിയിൽ നമ്മൾ കർമ്മം ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നമുക്ക് സാധിക്കില്ല. ഇവിടെ തന്നെ നമുക്ക് കുടുങ്ങിക്കിടക്കേണ്ടി വരും. അപ്പം ജ്ഞാനത്തിന്റെ ഫലം ശരിയായ രീതിയിൽ നമ്മൾ ജ്ഞാനം നേടിയാല് എന്താണ് ഗുണം എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമ്മൾ ജീവാത്മാക്കള് എതിർച്ച വന്നതാണെന്നാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. ഈ ഭൗതിക ജീവിതത്തില് നമ്മൾ വീണു പോയതാണ്. ഈ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വരാനിടയായത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക, അതിന്റെ കാരണം മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുക. ഇതാണ് ശരിയായിട്ടുള്ള ജ്ഞാനമെന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്ത് വേണം? തദ്വിധി പ്രണിപാതേന. ഈ അധ്യായത്തിലെ പല ശ്ലോകങ്ങളിലും ഈ ശ്ലോകമാണ് എടുത്തു കാണിക്കുന്നത്. അതായത് ആധ്യാത്മിക ഗുരുവിന്റെ മഹത്വം എന്താണെന്നാണ് നമ്മളെ ഇവിടെ മനസ്സിലാക്കിക്കുന്നത്. ഇപ്പൊ നമ്മള് പരമ്പരയിൽപ്പെട്ട ശരിയായ രീതി, പരമ്പരയിൽപ്പെട്ട പ്രാമാണികനായ ഗുരുവിനെ സ്വീകരിച്ച് ആ ഗുരുവിനെ സേവനം ചെയ്തുകൊണ്ട് പരമസത്യത്തെ കുറിച്ച് നമ്മൾ ചോദിച്ച് അറിയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ അവസ്ഥ മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി എന്തെന്ന് നമുക്ക് മനസ്സിലാക്കി ആ വഴിയെ മുന്നോട്ട് പോകാന് നമുക്ക് സാധിക്കും. അങ്ങനെ ഈ ഭൗതിക ലോകത്തിനപ്പുറം കടക്കാന് നമുക്ക് സാധിക്കും. അതിനെന്താ ചെയ്യേണ്ടത്? ശാസ്ത്രങ്ങളെ, ഭഗവത്ഗീത, ഭാഗവതം മുതലായവ ആ പ്രാമാണികനായ ഗുരുവിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി നമ്മളത് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഭൗതിക ലോകത്തിന് പുറത്ത് കടക്കാന് നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് കൃഷ്ണാവബോധം ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കുന്നു. അങ്ങനെ ചെയ്യുന്നവർക്ക്, ഈ പാതയിലൂടെ മുന്നോട്ട് പോകുന്നവർക്ക് എന്താണ് ഗുണം? ഈ ഭൗതിക ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. അങ്ങനെയുള്ളവർക്ക് ആധ്യാത്മിക ലോകത്തില് സച്ചിദാനന്ദമയമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നേടിയെടുക്കാന് നമുക്കിത് സഹായകമാകും. അപ്പം അടുത്ത ശ്ലോകത്തില് 4 തരത്തിലുള്ള സാധനയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനം ആത്മന അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. അപ്പൊ ഇവിടെ 4 തരത്തിലുള്ള സാധന, അതായത് ധ്യാനയോഗമുണ്ട്, സാഖ്യയോഗമുണ്ട്, പിന്നെ അഷ്ടാംഗ യോഗമുണ്ട്, പിന്നെ നിഷ്കാമ കർമ്മയോഗം. ഇങ്ങനെ 4 തരത്തിലുള്ള സാധനകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ചിലർ ധ്യാനം കൊണ്ട് പരമാത്മാവിനെ തങ്ങളിൽ തന്നെ കാണുന്നു, മറ്റു ചിലര് തത്വശാസ്ത്രപരമായ ചർച്ചകളിലൂടെയും, ചിലർ നിഷ്കാമ കർമ്മയോഗം കൊണ്ടും പരമാത്മാവിനെ കണ്ടെത്തുന്നു. അപ്പം ധ്യാനയോഗികൾ എന്താ ചെയ്യുന്നത്? ആ ധ്യാനയോഗത്തിൽ കൂടി പോയി ആ പരിപൂർണതയിൽ എത്തിയാൽ അവർക്ക് തങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ ദർശിക്കാന് സാധിക്കുന്നു. ചിലരാണെങ്കിലോ തത്വശാസ്ത്രപരമായ ചർച്ചകൾ എന്ന് പറഞ്ഞാല് സാഖ്യയോഗികള്,
സാഖ്യയോഗികൾ എന്താ ചെയ്യുന്നത്? അവരെ ഓരോ ഘടകങ്ങളെയും, ഇപ്പൊ സൃഷ്ടി എടുക്കുകയാണെങ്കിൽ സൃഷ്ടിയുടെ 26 ഘടകങ്ങളെയും അവരെ അതിസൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്ത് ഒന്നൊന്നായിട്ട് പഠിക്കുക ചെയ്യുന്നത്. അങ്ങനെ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി അവരും എന്തിലെത്തിച്ചേരും? ഈ പരമാത്മാവില്. അതായത് അവർക്കതിന് ഈ ജന്മം അതിന് സാധിക്കുകയാണെങ്കിൽ അവര് പരമാത്മ തലത്തിൽ എത്തിച്ചേരും. പിന്നെ നിഷ്കാമ കർമ്മയോഗം. നിഷ്കാമ കർമ്മയോഗികൾ എന്താ ചെയ്യുന്നത്? അതായത് നമ്മൾ കർമ്മം ചെയ്യുന്നു, ആ കർമ്മത്തെ എന്താക്കി മാറ്റണം? കർമ്മയോഗമാക്കി മാറ്റണം. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലെ ഭഗവാനെ കൂടി ഉൾപ്പെടുത്തണം. അപ്പൊ അത് കർമ്മയോഗമാകും. ആ കർമ്മയോഗത്തിൽ അവിടെ ഫലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഞാൻ കർമ്മം ചെയ്യുന്നു, അതുകൊണ്ട് അതിന്റെ ഫലം എനിക്ക് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മളുടെ ഉള്ളിലുണ്ട്. അതിനെ ഉപേക്ഷിക്കുന്നതാണ് നിഷ്കാമ കർമ്മയോഗം എന്ന് പറയുന്നത്. അതായത് ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി മാത്രം കർമ്മം ചെയ്യുക. അവിടെ കർമ്മഫലത്തിൽ ആസക്തി വരുന്നില്ല. ആ നിഷ്കാമ കർമ്മയോഗത്തിൽ കൂടി നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഭൗതികമായിട്ടുള്ള വിരക്തി ക്രമേണ കൈവരിക്കാൻ സാധിക്കും. അതിനോടൊപ്പം നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ആ ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ എത്തിച്ചേരും. അപ്പോൾ നമ്മളുടെ ഹൃദയം ശുദ്ധമാകും. ആ ശുദ്ധമായ ഹൃദയത്തില് ഭഗവാൻ ഇരിക്കും. അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഭഗവാൻ തന്നെ വെളിവാക്കി തരും. അതാണ് രൂപ ഗോസ്വാമി പറയുന്നത്, അഥ ശ്രീകൃഷ്ണ നാമാദി ന ഭവേദ് ഗ്രാഹ്യം ഇന്ദ്രിയൻ സേവോന്മുഖേഹി ജിഹ്വാന്തോ സ്വയമേവ സ്ഫൂർത്തേഹ. പക്ഷെ ആ തലത്തിൽ എത്തിച്ചേരണമെങ്കിൽ കുറെ സമയമെടുക്കും. കുറെ കാലം നമ്മൾ സേവനം ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ആ തലത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം ഇങ്ങനെ 4 തരത്തില് നമുക്ക് പരമാത്മാവിനെ, ഭഗവാനെ അറിയാന് നമുക്ക് സാധിക്കും. അപ്പം ഭഗവത്ഗീതയിലെ 6-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ജിതാത്മാ പ്രശാന്തസ്യ. അതായത് ഒരു സ്ഥിതപ്രജ്ഞനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ ആ സ്ഥിതപ്രജ്ഞന്റെ തലത്തിലെത്തിയ ഒരാൾക്ക് ഒരിക്കലും തന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതിനെ മറികടക്കാനുള്ള കഴിവ് ആ വ്യക്തി, ആ ഭക്തൻ നേടി ആ തലത്തിൽ എത്തിയിരിക്കും ആ ഭക്തൻ. കാരണം ആ സാധനയിലൂടെ ആ തലത്തിൽ എത്തിച്ചേരാൻ ആ ഭക്തന് സാധിക്കും. തന്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച വ്യക്തിയാണ് എന്ത് പറയുന്നത്? സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നത്. അപ്പം ഇവിടെ പറയുന്നുണ്ട്, ആത്മസാക്ഷാത്കാരത്തിനായുള്ള ഗവേഷണത്തിന്റെ കാര്യത്തില് ബദ്ധ ജീവാത്മാക്കളെ 2 തരക്കാരാണെന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്. അതായത് നാസ്തികര്, അജ്ഞേയതാവാദികള്, സംശയാലുക്കൾക്ക്, ഇവർക്കൊന്നും ആത്മീയ ബോധം ഉണ്ടാവില്ല. ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർക്ക്, ഭഗവാൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക്, നിർവിശേഷവാദികൾക്ക് ഇതൊന്നും ഭഗവാനെ കാണാനോ ഭഗവത് ജ്ഞാനം കിട്ടാനോ സാധ്യതയില്ല. അതായത് നമ്മൾ പറയുകയാണ് നാമം ജപിക്കൂ. എന്തിനാണ് നാമം ജപിക്കുന്നത്? ഭഗവാൻ ഇല്ല, നാമം ജപിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ ശരിയായ രീതിയിൽ ചെയ്താൽ മതി എന്ന് പറയുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്, എൻ്റെ കടമകളൊക്കെ ഞാൻ ശരിയായ രീതിയിൽ നിർവഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒഴിയുന്നവര് ധാരാളമുണ്ട്. അങ്ങനെയുള്ളവരാണ് നിർവിശേഷവാദികൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക്, അജ്ഞേയതാവാദികൾക്ക്, സംശയാലികൾക്കൊന്നും ആധ്യാത്മിക ബോധം ഉണ്ടാവില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ആധ്യാത്മിക ജീവിതത്തിൽ വിശ്വസിക്കുന്നവർ എങ്ങനെയുള്ളവരാണ്? അന്തർമുഖരായ ഭക്തരാണെന്ന് പറയുന്നു. കാരണം എന്താണ്? അവർക്ക് ഈ സമൂഹവുമായിട്ട് ബന്ധപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇടപഴകാന് ഒരു ഭക്തൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. എപ്പോഴും ഭഗവാന്റെ കാര്യങ്ങൾ ഇതുമായിട്ട് കഴിയാനാണ് ഒരു ശുദ്ധ ഭക്തൻ ആഗ്രഹിക്കുക. എപ്പോഴും അദ്വൈത സിദ്ധാന്തം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരെയും നാസ്തികരുടെയും അജ്ഞേയതാവാദികളുടെയും കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തേണ്ടത്. പരമപുരുഷൻ എന്തുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട്? അവരെ ദ്വൈതം, അതായത് ഞാനും നാരായണൻ, നമ്മളെല്ലാം നാരായണൻ, മരണശേഷം നമ്മളെല്ലാം ഭഗവാനിൽ എത്തിച്ചേരും. പിന്നെന്തിനാണ് ഭഗവാനെ ആരാധിക്കുന്നത്? അപ്പം ബ്രഹ്മത്തെ ആരാധിച്ചാൽ പോരെ, ബ്രഹ്മമാണ് ഭഗവാൻ, ഇതാണ് അവര് വിശ്വസിക്കുന്നത്. അപ്പൊ പരമപുരുഷനായ ഭഗവാന്റെ ഭക്തർ മാത്രമാണ് ആത്മീയ ജ്ഞാനത്തിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം ഭക്തന്മാര് ശാസ്ത്രങ്ങൾ പഠിക്കുന്നുണ്ട്, ഭഗവത്ഗീത, ഭാഗവതം മുതലായവ പഠിക്കുന്നത് കൊണ്ട് ഭഗവാനെ കുറിച്ച്
പരമാത്മാവിനെ കുറിച്ചുമൊക്കെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ ആ ഭക്തന് സാധിക്കുന്നുണ്ട്. ഈ ഭൗതിക പ്രകൃതിക്കപ്പുറം ആധ്യാത്മിക ലോകവും സർവ്വജീവികളിലും പരമാത്മരൂപേണ വാണരുളുന്ന സർവവ്യാപിയായ ഭഗവാനും ഉണ്ട് എന്ന് ശാസ്ത്രങ്ങളിൽ കൂടിയും സാധുശാസ്ത്രാൻ ഗുരു, ഇതാണ് ഭക്തന്മാരുടെ തെളിവെന്ന് പറയുന്നത്. അപ്പം ഈ 3 കാര്യങ്ങളിൽ കൂടി ഭഗവാനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും ഒരു ഭക്തൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഭക്തന്മാരുടെ സംഘത്തിലിരുന്ന് ആ സംഘത്തിലിരുന്ന് ഭഗവാനെ കുറിച്ച് കേട്ട് ഭഗവാനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ആ ഭക്തനില് ഉണ്ടായിട്ടുണ്ട്. പിന്നെ പറയുന്നുണ്ട്, ജ്ഞാനാർജനം കൊണ്ട് നിരപേക്ഷ തത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരെയും വിശ്വാസികളിൽ പെടുത്താം. ഭക്തരല്ലെങ്കിലും കേട്ട് ശ്രവണത്തിൽ കൂടി, അതായത് ഭഗവാനെ കുറിച്ച് മറ്റുള്ളവരിൽ നിന്ന് കേട്ട് ആ ഭഗവാനിലേക്ക് വരാൻ, ആ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക്, വിശ്വാസം ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യം ഉണ്ടാവാം. അങ്ങനെയുള്ളവരെയും വിശ്വാസികളായിട്ട് കണക്കാക്കാമെന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് സാഖ്യയോഗത്തെ കുറിച്ചിട്ടാണ്. അത് ഞാൻ പറഞ്ഞു, സൃഷ്ടിയുടെ ഘടകങ്ങൾ 24 ഘടകങ്ങളുണ്ട്. ആ 24 ഘടകങ്ങള്, പിന്നെ ജീവാത്മാവ്, പരമാത്മാവ് എന്നിങ്ങനെ 26 ഘടകങ്ങള്. ആ 26 ഘടകങ്ങളെയും അവര് സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് സമയമെടുക്കും. ഒരുപക്ഷെ ഈ ജന്മം കൊണ്ടൊന്നും ആ പരമാത്മാവിനെ മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ളവർക്ക് സാധിച്ചെന്ന് വരില്ല. അഥവാ ആരെങ്കിലും മനസ്സിലാക്കുകയാണെങ്കിൽ, പരമാത്മാവിനെ മനസ്സിലാക്കാൻ സാധിച്ചാല് അങ്ങനെയുള്ളവരെയും ആ ഭക്തന്മാരുടെ ഗണത്തിൽ പെടുത്താം. കാരണം എന്താണ്? പരമാത്മാവെന്ന് പറയുന്നത് ഭഗവാന്റെ അംശമാണ്. അപ്പൊ അങ്ങനെയുള്ളവരെയും, അതുകൊണ്ട് അവരെയും ആ ഭക്തരുടെ ഗണത്തിൽ പെടുത്താമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ അവരും എന്ത് ചെയ്യും? ക്രമേണ അവര് പരമാത്മ തലം വിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ, അതായത് കൃഷ്ണാവബോധത്തിൽ കൂടി ഭഗവാനെ മനസ്സിലാക്കാൻ അവര് ശ്രമിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത്, നിഷ്കാമ കർമ്മയോഗികൾ, ഫലാപേക്ഷ കൂടാതെ കർമ്മം ചെയ്യുന്നവരും മനോഭാവത്തിൽ ശരിയായ മാർഗത്തിൽ തന്നെയാകുന്നു. നിഷ്കാമ കർമ്മയോഗികൾ പോകുന്നത് ശരിയായ പാതയിലാണ് അവരും സഞ്ചരിക്കുന്നത്. പക്ഷെ ഇവർക്കൊക്കെ സമയമെടുക്കും. സാഖ്യയോഗികൾക്കാണെങ്കിലും അവരുടെ കൃഷ്ണാവബോധത്തിലേക്ക് വരണമെങ്കിൽ ആദ്യം അവരെന്ത് ചെയ്യണം? പരമാത്മ റിയലൈസേഷൻ, പരമാത്മാവിനെ സാക്ഷാത്കരിച്ചിട്ട് പിന്നീട് അവർക്ക് ബോധ്യം വരണം, ഇതിനപ്പുറത്ത് ഭഗവാൻ ഉണ്ട് എന്ന് ബോധ്യം വന്നെങ്കിൽ മാത്രമേ അവർ ആ വഴിയിലേക്ക് വരുവുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇതിനൊക്കെ സമയമെടുക്കും. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കൃഷ്ണാവബോധത്തിലേക്ക് വരാൻ ഭഗവാൻ പലതരത്തിലും ജീവാത്മാക്കൾക്ക് അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരവർക്ക് താല്പര്യമുള്ള വഴിയിലൂടെ വരാം, പക്ഷെ ആ വഴിയിലൂടെ വന്ന് ഭഗവാനിലേക്ക് എത്തിച്ചേരണം. അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. പിന്നീട് ധ്യാനയോഗികളെ കുറിച്ച് പറയുന്നുണ്ട്. മെഡിറ്റേഷൻ, ധ്യാനം പരിശീലിച്ചിട്ട് പരമാത്മാവിനെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നവരുണ്ട്. അതും ധ്യാനത്തിന്റെ പരിപൂർണതയിൽ എത്തണമെങ്കിലും അതിന് സമയമെടുക്കും. അപ്പൊ അങ്ങനെ പരമാത്മാവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല് അവര് അതിനപ്പുറത്ത് ഭഗവാനുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് അതിലേക്ക് തിരിയുകയാണെങ്കിൽ, ആ ഭഗവാനിലേക്ക് തിരിയുകയാണെങ്കിൽ മാത്രമേ അവർക്കും രക്ഷയുള്ളൂ. പിന്നീട് ഹഠയോഗികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹഠയോഗാനുഷ്ഠാനം കൊണ്ട് ബാലിശങ്ങളായ പ്രവൃത്തികൾ ചെയ്തും ഭഗവത് പ്രീതി നേടാൻ ശ്രമിച്ചു പോരുന്നു. പക്ഷെ എന്തു തരത്തിലുള്ള യോഗമാണെങ്കിലും അങ്ങനെയുള്ള യോഗം കൊണ്ടൊന്നും ഭഗവാനെ സന്തുഷ്ടനാക്കാൻ സാധിക്കില്ല. ഇത് നമ്മൾ മുൻപേ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇല്ലേ? ഇതുകൊണ്ടൊന്നും ഭഗവാനെ കിട്ടാൻ ഉപകരിക്കില്ല. ഭഗവാനെ കിട്ടണമെങ്കിൽ എന്ത് തന്നെ രക്ഷയുള്ളൂ? ഭക്തിയുടെ സേവനത്തിൽ വന്ന, കൃഷ്ണാവബോധത്തിൽ വന്ന ഭക്തിയുടെ സേവനം കൊണ്ട്, ഭക്തിയുടെ സേവനം പരിശീലിച്ച് നമ്മളെ മുന്നേറി ഭഗവത് പ്രാപ്തി കൈവരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവത് സാക്ഷാത്കാരത്തിന്റെ തലത്തിൽ എത്തിച്ചേരാന് സാധിക്കുകയുള്ളൂ. അപ്പം അവിശ്വാസികൾക്ക്, അദ്വൈതവാദികൾക്ക് ഒന്നും തന്നെ ഭഗവത് പ്രാപ്തി ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, എല്ലാവർക്കും ഭഗവത് കൃപ കിട്ടുന്നില്ല. കാരണം എന്താണ്? ഭഗവാനിൽ ആർക്കും വിശ്വാസമില്ല. ഭഗവാനിൽ വിശ്വാസം ഇല്ലാത്തവർക്ക് ഭഗവാന്റെ കൃപ കിട്ടുമോ? ഇല്ല. ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഭഗവാന് ഭക്തിയുടെ സേവനം ചെയ്തെങ്കിൽ മാത്രമേ ഭഗവാന്റെ കൃപ അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടുകയുള്ളൂ. ഇപ്പൊ നമ്മള് ഗംഗാജലം എടുക്കണം, അതിന് ആ ഗംഗാ നദിയിലെ കുപ്പി ഇട്ടാൽ അതിൽ വെള്ളം കയറുമോ? ഇല്ല. അടപ്പടച്ചിട്ട് അതിൽ കുപ്പി ഇട്ടു, വെള്ളം കയറണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. അടപ്പ് തുറന്ന് എങ്കിൽ മാത്രമേ ആ ജലത്തിൽ കുപ്പി മുക്കിയെങ്കിലേ നമുക്ക് വെള്ളം കിട്ടുള്ളൂ, ഇല്ലേ? അപ്പൊ അതുപോലെയാണ്, ഭഗവാൻ ഉണ്ട്, ഭഗവാൻ
ആ സർവവ്യാപിയായ ഭഗവാന്റെ ധാമത്തില് വാണരുളുന്നുണ്ട്. ആ ഭഗവാൻ തന്നെയാണ് പരമാത്മാവായിട്ട് എല്ലാ ചരാചരങ്ങളുടെ ഉള്ളിലും കുടികൊള്ളുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ എല്ലാവർക്കും, എല്ലാ ജീവാത്മാക്കൾക്കും ഉണ്ടാവണം. ആ ഭഗവാനെ കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. അതായത് ഭക്തിയുടെ സേവനത്തിൽ കൂടി നമ്മൾ ആ ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാനെ കണ്ടെത്താനും നമ്മൾ പരിശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവത് സാക്ഷാത്കാരം നേടാന് നമുക്ക് സാധിക്കുകയുള്ളൂ. അന്യേത്വേവം അജാനന്ദ ശ്രുത്വാ അന്യേഭ്യ ഉപാസതേ തേ അപി ചാതി തരന്ത്യവ മൃത്യും ശ്രുതി പരായണ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, പിന്നെയും വേറെ ചില കൂട്ടരുണ്ട്. അവരെങ്ങനെയാണ്? അവർക്ക് ആധ്യാത്മിക ജ്ഞാനങ്ങളൊന്നുമില്ല. പിന്നെയോ അവര് മറ്റുള്ളവരിൽ നിന്ന് ഭഗവത് ചരിതം കേട്ടറിഞ്ഞ് ആരാധിക്കാൻ തുടങ്ങിയവർ. അവര് ശ്രവണം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ശ്രവണത്തെ കുറിച്ച് മനസ്സിലാക്കിയതാണ്. ഭഗവാനെ കുറിച്ച് മറ്റുള്ളവരിൽ നിന്ന് കേട്ട് അതായത് ശരിയായ പ്രാമാണികനായിട്ടുള്ള ഒരു ഗുരുവിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് ഭഗവാനെ കുറിച്ച് കേട്ട് അവർക്ക് ഭഗവാനിൽ വിശ്വാസം വന്ന് അവരെ ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ളവർക്കും എന്ത് പ്രയോജനം? അങ്ങനെയുള്ളവർക്കും ഈ ജനമൃതിയാകുന്ന, ജനന മരണമാകുന്ന ചക്രത്തെ അതിജീവിക്കാൻ അങ്ങനെയുള്ളവർക്കും സാധിക്കുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പം എങ്ങനെ നോക്കിയാലും ഒരു ആധ്യാത്മിക ഗുരുവിന്റെ പ്രാധാന്യമാണ് ഈ അധ്യായത്തിലുടനീളം നമ്മൾ കാണുന്നത്. പിന്നീട് ശ്രവണത്തിന്റെ മഹത്വം, അതായത് നമ്മളുടെ ഉള്ളിലെ ഭഗവാനെ കുറിച്ച് നമ്മൾ ശരിയായ സ്രോതസ്സിൽ നിന്ന്, അതായത് ഭക്തന്മാരുടെ സംഘത്തിലിരുന്ന് ഭഗവാനെ കുറിച്ച് ശ്രവിക്കുകയാണെങ്കിൽ നമ്മളുടെ ഉള്ളിലെ ഭഗവാനെയോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ കേട്ട് അവരും എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ ആരാധനയിൽ, ഭഗവാന്റെ ഉപാസനയിൽ അവരെ മുഴുകുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മളുടെ ഭക്തന്മാരുടെ അസോസിയേഷനിലിരുന്ന് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ നമ്മൾ പരിശ്രമിക്കണമെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറയുന്നുണ്ട്, ഭാവാർത്ഥത്തിലെ പ്രഭാതര് ആധുനിക സമൂഹത്തിന് പ്രത്യേകിച്ചും ബാധകമാണ് ഈ ശ്ലോകത്തിലെ വിഷയമെന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ ആൾക്കാർക്ക്, പ്രത്യേകിച്ചും ചെറുപ്പക്കാരോട് നമ്മൾ ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ നാമം ജപിക്കൂ, സത്സംഗത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞാല് അവർക്ക് താല്പര്യമില്ല. ഭഗവാൻ ഇല്ല, ഭഗവാൻ ഉള്ളതിന് എന്താണ് തെളിവ് എന്നാണ് അവർ ചോദിക്കുന്നത്. ഭഗവാൻ ഇല്ല, ഞങ്ങളുടെ ശരിയായ രീതിയിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോയാൽ മാത്രം മതി എന്നാണ് അവര് വിശ്വസിക്കുന്നത്. ഇതിന് കാരണം എന്താണ്? അതും പ്രഭുപാദര് പറയുന്നുണ്ട്. ഇന്നത്തെ സ്കൂളുകളിലോ കോളേജുകളിലോ ഒന്നും ആധ്യാത്മിക കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ഈ ഭൗതികമായിട്ടുള്ള അറിവ് നേടുന്ന കാര്യങ്ങളല്ലാണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആ ഈശ്വര കാര്യങ്ങളെ കുറിച്ച്, ഈശ്വരാവബോധം ഉണർത്താനുള്ള ഒരു വഴികളും ഈ വിദ്യാഭ്യാസത്തിന്, ആധുനിക വിദ്യാഭ്യാസത്തിൽ നിന്ന് ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിന് പ്രഭുപാദരെ കാരണമായിട്ട് പറയുന്നത്. നിരീശ്വരരായും അജ്ഞേയവാദികളായും തത്വചിന്തകരായും ഒക്കെ നമ്മൾ പലരെയും കാണാൻ നമുക്ക് സാധിക്കും. പക്ഷെ അവർക്ക് ഈ ഭഗവത് തത്വത്തെ കുറിച്ച് യാതൊരു അറിവും അവർക്ക് കിട്ടുന്നില്ല. അതിനുള്ള കാരണം ഇതാണ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശുദ്ധാത്മാക്കളാണെങ്കിൽ അവർക്ക് ശ്രവണ പ്രക്രിയയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും. അതായത് ഏതെങ്കിലും തരത്തിൽ മുജ്ജന്മ സുഹൃത്തി എന്ന് നമ്മൾ പറയും. കഴിഞ്ഞ ജന്മത്തിൽ ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മം എവിടെന്നെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും ഭക്തിമാർഗത്തിലേക്ക് വന്നിരിക്കും. അപ്പം അങ്ങനെ എങ്ങനെ നോക്കിയാലും സുപ്രധാനമാണ് എന്റെ ശ്രവണം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ തിരുനാമം ജപിക്കുമ്പോൾ നമ്മളുടെ കാതുകൾ കൊണ്ട് ആ സ്പന്ദനം, ശബ്ദസ്പന്ദനം നമ്മൾ കേൾക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ഉള്ളിലേക്ക് അത് ഇറങ്ങുകയുള്ളൂ. അപ്പൊ ആധുനിക ലോകത്തിലെ കൃഷ്ണാവബോധം പ്രചരിപ്പിച്ച ചൈതന്യ മഹാപ്രഭു ശ്രവണ പ്രക്രിയയ്ക്ക് അതിപ്രാധാന്യമാണ് കൽപ്പിച്ചിരുന്നത്. ആധികാരിക സ്രോതസ്സിൽ നിന്ന് കേൾക്കുന്നത് കൊണ്ടും, വിശേഷിച്ച് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം ഉരുവിടുന്നതിന്റെ അതീന്ദ്രിയ സ്പന്ദനം കേൾക്കുന്നത് കൊണ്ടും സാധാരണക്കാരന് പുരോഗമിക്കാൻ സാധിക്കുമെന്നാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അഭിപ്രായം. അപ്പൊ മഹാപ്രഭു ഇത് തന്നെ, അതുകൊണ്ടാണ് സങ്കീർത്തന പ്രസ്ഥാനം പ്രോത്സാഹിപ്പിച്ചത്. തിരുനാമ ജപം ഒന്നും മതി, അതുകൊണ്ട് നമുക്ക് ആ ഭഗവത് പ്രാപ്തി കൈവരിക്കാൻ സാധിക്കും. പക്ഷെ അതെങ്ങനെ ജപിക്കണം? നമ്മള്
ആ ശരിയായിട്ടുള്ള ഒരു പരമ്പരയിൽപ്പെട്ട ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷ സ്വീകരിച്ചിട്ട് നമ്മൾ തിരുനാമം ജപിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് അനുഭവപ്പെടും. അതായത് നമ്മൾ തിരുനാമം ജപിക്കുമ്പോൾ അത് കാതുകൊണ്ട് കേൾക്കണം. കേട്ട് 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 നമ്മളുടെ ഉള്ളില് തീർച്ചയായിട്ടും ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ടാണ് മഹാപ്രഭു പറഞ്ഞത്, നമ്മള് ഭൗതികത വിട്ടിട്ട് എപ്പോഴും ഭഗവാന്റെ ആ ആധ്യാത്മികതയിൽ മുഴുകണം. അതായത് ഗൃഹത്താക്കോ വനേത്താക്കോ സദാഹരി ബോലേത്താക്കോ. അതായത് നമ്മൾ എവിടെ ഇരുന്നാലും, ഏതവസ്ഥയിൽ നമ്മൾ ഇരുന്നാലും, വീട്ടിലായാലും കാട്ടിലായാലും ഒക്കെ എന്താ ചെയ്യേണ്ടത്? ഹരി 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 എന്ന് നമ്മൾ എപ്പോഴും ജപിച്ചുകൊണ്ടേയിരിക്കുക, ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആത്മസാക്ഷാത്കാരം നേടിയവരിൽ നിന്ന് കേൾക്കാനുള്ള അവസരങ്ങൾ ആരും ഒരിക്കലും പാഴാക്കരുത്. എന്നാൽ ക്രമേണ അവർക്ക് ശരിയായ ജ്ഞാനം നേടാം. അപ്പം പ്രാമാണികനായിട്ടുള്ള ഒരു ഗുരുവിൽ നിന്ന് നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമുക്ക് ക്രമേണ ഭഗവത് ജ്ഞാനം കിട്ടാൻ നമുക്ക് കാരണമാകും. കാരണം എന്താണ്? അങ്ങനെ അവര് സ്വയം സാക്ഷാത്കാര പാതയിൽ സഞ്ചരിക്കുന്നവരാണ്. ആ ഭഗവത് സാക്ഷാത്കാരം കിട്ടിയവരാണ് അവര്. അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരെ കൂടി ഈ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. അവരുടെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് അവരെ മുക്തിമാർഗത്തിലേക്ക് നയിക്കാൻ അങ്ങനെയുള്ള ഒരു ആധ്യാത്മിക ഗുരുവിന് കഴിവുണ്ടാകും. അതുകൊണ്ടാണ് രൂപ ഗോസ്വാമി ഉപദേശാമൃതത്തിൽ പറയുന്നത്, വാചോ വേഗം മനസ്സാ ക്രോധവേഗം ജിഹ്വാവേഗം ഉദരോപസ്ഥവേഗം ഏതാൻ വേഗാന്യോ വിഷയധീര സർവമപീമ പൃഥ്വിൻസ ശിഷ്യ. അതായത് തന്റെ ഇന്ദ്രിയങ്ങളെയും ശരീരങ്ങളെയും നാവിനെയും ക്രോധത്തെയും തന്റെ മനസ്സിനെയും ഒക്കെ നിയന്ത്രിച്ച ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലുള്ളവരെ മുഴുവൻ ശിഷ്യരാക്കി മാറ്റാനുള്ള കഴിവുണ്ട് എന്ന്. കാരണം അവര് സാക്ഷാത്കാര തലത്തിൽ എത്തിച്ചേർന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെയും കൂടി ഈ വഴിയിലേക്ക് നയിക്കാന് സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെ നോക്കിയാലും ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ. ആരാധിക്കേണ്ടത് ആരെയാണ്? ആ ഭഗവാനെയാണ് ആരാധിക്കേണ്ടത്. ഇക്കാലത്ത് ആരും തങ്ങളുടെ നിലപാട് ഉപേക്ഷിക്കേണ്ടതില്ലെന്നും പരമസത്യത്തെ ഊഹാപോഹങ്ങളാൽ സമർത്ഥിക്കാനുള്ള ശ്രമമാണ് ഉപേക്ഷിക്കേണ്ടതെന്നും ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നു. മഹാപ്രഭു പറയുന്നത് എന്താണ്? സ്ഥാനീയ സ്ഥിത. നിങ്ങൾ എവിടെ ഇരുന്നുള്ളൂ, ഏത് വർണ്ണാശ്രമം പരിശീലിച്ചാലും അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കണം, ഭഗവാനെ ആരാധിക്കണം. അതാണ് മഹാപ്രഭു നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഭഗവാനെ കുറിച്ച് അറിയാവുന്നവരുടെ സേവകനാകാൻ ഓരോരുത്തരും പഠിക്കണം. അപ്പൊ എല്ലാവരും ഭഗവാന്റെ സേവകരാണ്. അതാണ് നമ്മളുടെ ശരിയായിട്ടുള്ള ഐഡന്റിറ്റി. ജീവേര സ്വരൂപേര് കൃഷ്ണേര് നിത്യദാസ. നമ്മൾ ഭഗവാന്റെ നിത്യദാസരാണ് നമ്മള്. പക്ഷെ നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? മായയുടെ ഭൗതികതയുടെ ദാസരായി തീർന്നിരിക്കുകയാണ്. നമ്മള് ഗോദാസരാണ്. ഗോസ്വാമി ആകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരു വിശുദ്ധ ഭക്തനിൽ അഭയം പ്രാപിക്കാനും അദ്ദേഹത്തിൽ നിന്ന് ആത്മസാക്ഷാത്കാരത്തെ പറ്റി പഠിക്കാനും അദ്ദേഹത്തെ പിന്തുടരാനും ഭാഗ്യമുണ്ടായ മനുഷ്യൻ ക്രമേണ ഒരു ശുദ്ധഭക്തന്റെ നിലയിലേക്ക് ഉയർത്തപ്പെടും. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ ഒരു ആധ്യാത്മിക ഗുരുവിനെ നമ്മൾ സ്വീകരിക്കണം. ആ ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഗുരു നമുക്ക് ആത്മസാക്ഷാത്കാരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. ആ ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ അക്ഷരം പ്രതി പിന്തുടരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രമേണ ഭക്തിയുടെ സേവനത്തിൽ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാല് ക്രമേണ നമുക്ക് ആ ശുദ്ധഭക്തന്റെ തലത്തിലേക്ക്, ആത്മസാക്ഷാത്കാരത്തിന്റെ തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാന് നമുക്ക് സാധിക്കും എന്നിവിടെ പറയുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യന് തത്വചിന്തകരുടെ കഴിവുകൾ ഇല്ലെങ്കിലും പ്രാമാണികനായ ഒരാളിൽ നിന്ന് വിശ്വാസപൂർവം കേട്ട് ഗ്രഹിക്കുന്ന കാര്യങ്ങൾ അയാളെ ഭൗതിക ജീവിതത്തെ അതിക്രമിച്ച് സ്വഭവനമായ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ സഹായിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ആ ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ കൂടി മുന്നോട്ട് പോയി നമുക്ക് നമ്മളുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, യസ്യ വൈ ശ്രൂയമാനായ കൃഷ്ണേ പരമപുരുഷേ ഭക്തിരുൽപാദനെ പുംസ ശോകമോക ഭയാവഹ എന്ന്. അതായത് നമ്മൾ ഭഗവാന്റെ ശ്രവണത്തിൽ കൂടി ഭഗവാനെ കുറിച്ച് കേട്ട് ഭഗവാനിൽ ഭക്തി വന്നു കഴിഞ്ഞാൽ, ഭഗവാനെ ഭക്തിയുടെ സേവനം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലെ ശോകമോഹ ഭയങ്ങളെല്ലാം തന്നെ ദൂരീകരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. യാവൽ സംജായതേ കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം
ക്ഷേത്രജ്ഞ സംയോഗ തദ്വിധി ഭരതർഷഭ. അപ്പം ഇവിടെ പറയുന്നത് പ്രകൃതി, പുരുഷൻ, ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ കൂടി നോക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു, ഹേ ഭരതശ്രേഷ്ഠ, ഇവിടെ കാണപ്പെടുന്ന ചരാചരങ്ങളെല്ലാം ക്ഷേത്രങ്ങളുടെയും ക്ഷേത്രജ്ഞന്മാരുടെയും സംയോഗത്തിൽ നിന്ന് ഉളവായതാണ്. അതായത് ഈ നമ്മുടെ ചുറ്റും ഈ സൃഷ്ടിയിൽ കാണുന്നത് എന്തും എങ്ങനെ ഉണ്ടായതാണ്? ജീവാത്മാക്കളുടെയും ഭൗതിക പ്രകൃതിയുടെയും സമ്പർക്കം കൊണ്ടുണ്ടായതാണ് ഈ സൃഷ്ടിയിലുടനീളം കാണുന്ന വസ്തുക്കളെല്ലാം. അതായത് എല്ലാ ചരാചരങ്ങളും, ജീവനുള്ളവയോ ജീവനില്ലാത്തവയോ എന്തു തന്നെയാണെങ്കിലും ഭൗതിക പ്രകൃതി അല്ലെങ്കിൽ മായയുടെയും ജീവാത്മാക്കളുടെയും സമ്പർക്കത്തിൽ നിന്ന് ഉണ്ടായതാണ്. അല്ലാതൊന്നും ഇവിടെ ഇല്ല എന്നാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. വിശ്വസൃഷ്ടിക്കും മുൻപുണ്ടായിരുന്ന ഭൗതിക പ്രകൃതിയെയും ജീവസത്തെയും കുറിച്ച് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയ അനാദിയാണ്, ഭഗവാനെ പോലെ അനാദിയാണ് ഭൗതിക പ്രകൃതിയും ജീവാത്മാവും, ഇല്ലേ? അപ്പം നമ്മള് അനാദിയായ ജീവാത്മാവ് അനാദികാലം മുതലേ കർമ്മം ചെയ്തു തുടങ്ങിയതാണ്, ഇല്ലേ? സൃഷ്ടിക്കപ്പെട്ട ഏതൊരു വസ്തുവും ഭൗതിക പ്രകൃതിയുടെയും ജീവസത്തയുടെയും സമ്മേളനത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. അതായത് നമ്മൾ ജീവാത്മാക്കള് ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തികളാണ്, ഭഗവാൻ പറയുന്നുണ്ട്. അതുപോലെ ഭൗതിക പ്രകൃതി അല്ലെങ്കിൽ മായ ഭഗവാന്റെ അധമ ശക്തിയാണ്. ഇങ്ങനെ ഉത്കൃഷ്ട ശക്തിയുടെയും അധമ ശക്തിയുടെയും സമ്പർക്കം കൊണ്ടാണ് ഈ സൃഷ്ടിയിലുള്ള എല്ലാ ചരാചരങ്ങളും ഉണ്ടായത് എന്ന് പറയുന്നു ഇവിടെ. അത് ചലിക്കുന്നതായിക്കോട്ടെ ചലിക്കാത്തതായിക്കോട്ടെ. വൃക്ഷങ്ങളെയും പർവ്വതങ്ങളെയും മലകളെയും പോലെ ചലനമറ്റവയുണ്ട്, ചലിക്കുന്നവയുമുണ്ട്. ഭൗതിക പ്രകൃതിയുടെയും ഉത്കൃഷ്ട പ്രകൃതിയായ ജീവാത്മാവിന്റെയും സമ്മേളന ഫലമാണ്, അവരുടെ സമ്പർക്കം കൊണ്ടാണ് ഈ കാണുന്ന ഈ വിശ്വത്തിലുടനീളം കാണുന്ന എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. ശ്രേഷ്ഠ പ്രകൃതിയായ ജീവസത്തയുടെ സമ്പർക്കത്താലല്ലാതെ ഒന്നിനും വളരാൻ സാധിക്കില്ല. അപ്പൊ എന്തിനും ജീവാത്മാവിന്റെ കൈകടത്തൽ വേണം, എങ്കിൽ മാത്രമേ അത് പോഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഭൗതിക പ്രകൃതിയും പദാർത്ഥവുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ അനുസ്യൂതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ എല്ലാം പിന്നിൽ ആരാണ്? ഭഗവാനാണ്. ഭഗവാനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഭഗവാന്റെ കൈകളുണ്ട് ഇതിന്റെ എല്ലാം പിന്നില്. ഭഗവത് പ്രേരിതമാണ് ഈ സമ്പർക്കം. ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് ഈ സമ്പർക്കം ഉണ്ടായിരിക്കുന്നത്. അതായത് ഭഗവാൻ ഭൗതിക പ്രകൃതിയെ സൃഷ്ടിച്ചു, ജീവാത്മാക്കളെ ഭഗവാൻ അതില് പെടുത്തുകയാണ് ചെയ്തത്. അതിന് കാരണം എന്താണ്? ജീവാത്മാക്കൾ തന്നെ, ജീവാത്മാക്കളുടെ പൂർത്തീകരിക്കാതെ പോയ വാസനകൾ പൂർത്തീകരിക്കാനായിട്ട് ഭഗവാന് ഭൗതിക പ്രകൃതിയുടെ സഹായത്തോടെ അതിനെ കളമിരിക്കുകയാണ് ചെയ്തത്. അധമ ഉത്തമ പ്രകൃതികളുടെ നിയന്താവുമാരാണ്? ഈ ഉത്കൃഷ്ട ശക്തികളായ ജീവാത്മാക്കളെയും അധമ ശക്തിയായ ഭൗതിക പ്രകൃതിയും ഒക്കെ ആരാണ്? കാരണക്കാരൻ ഭഗവാൻ തന്നെയാണ്. ഭഗവത് സൃഷ്ടമാണ് ഭൗതിക പ്രകൃതി. ശ്രേഷ്ഠ പ്രകൃതിയുമായിട്ട്, അതായത് ജീവാത്മാവുമായിട്ട് അതിന് സമ്പർക്കം ഉണ്ടാകുമ്പോൾ എല്ലാ കർമ്മങ്ങളും അവിടെ ഉരുത്തിരിഞ്ഞു വരികയാണ് ചെയ്തത്. സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം വിനശ്യൽസ്വ വിനശ്യന്തം യപശ്യതി സപശ്യതി. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? എല്ലാ ജീവജാലങ്ങളിലും സർവഭൂതങ്ങളിലും ജീവാത്മാവിനോടൊപ്പം ആരെയും കാണണം? ജീവാത്മാവിനോടൊപ്പം ജീവാത്മാവിന്റെ സുഹൃത്തായ അഭ്യുദയകാംക്ഷയായ പരമാത്മാവിനെയും ദർശിക്കാനുള്ള കഴിവ് നമ്മള് നേടിയെടുക്കണം. അങ്ങനെയുള്ളവരാണ്, ആ ലക്ഷ്യം സാധിച്ചവരാണ് മുക്താത്മാക്കൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ചരാചരങ്ങളിലും കുടികൊള്ളുന്നത് ഭഗവത് ചൈതന്യമാണെന്ന് തിരിച്ചറിഞ്ഞ വ്യക്തികളാണ് മുക്താത്മാക്കൾ എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സർവശരീരങ്ങളിലും വ്യക്തിഗത ജീവാത്മാവിനോടൊപ്പം പരമാത്മാവിനെ കാണുകയും നശ്വരമായ ശരീരം നശിക്കുമ്പോൾ ജീവാത്മാവും പരമാത്മാവും നശിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥമായ കാഴ്ചയുള്ളവൻ, അതായത് ഒരു മുക്താത്മാവ്. അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തില് നമ്മുടെ ശരീരവും ആത്മാവും, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ബോഡി ആൻഡ് സോൾ, ഇത് ഗുരുവാശ്രയിക്കും ദീക്ഷയ്ക്കും ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പം ഇവിടെ 1-2 ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് ഇതും മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും, നമ്മുടെ ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നും. അതും ഈ ശ്ലോകങ്ങളില് പറയുന്നുണ്ട്.
അപ്പം എല്ലാ ശരീരങ്ങളിലും, അത് ഏത് യോനിയിൽപ്പെട്ടതായാലും അണു മുതൽ ആന വരെയുള്ള ജീവികളുടെ എല്ലാ ശരീരങ്ങളിലും ജീവാത്മാവുമുണ്ട്, പരമാത്മാവുമുണ്ട്. അപ്പൊ അവരവരുടെ ആ കർമ്മഫലം അനുസരിച്ചിട്ട് ഓരോ ശരീരം നമുക്ക് കിട്ടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ശരീരം എങ്ങനെയുള്ളതാണ്? പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ഈ ശരീരം നശിക്കുന്നതാണ്. ശരീരത്തിന് മാറ്റമുണ്ട്, ഇല്ലേ? മാറ്റമില്ലാത്തത് എന്താണ്? ആത്മാവാണ്. ശരീരം നശിച്ചാലും ആത്മാവ് നശിക്കുന്നില്ല. നമ്മൾ 2-ാം അധ്യായത്തിൽ ആത്മാവിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ്. ശരീരം, അതിന്റെ ഉടമയായ ജീവാത്മാവ്, ജീവാത്മാവിന്റെ സുഹൃത്തായ പരമാത്മാവ്, അതായത് ക്ഷേത്രം, ക്ഷേത്രജ്ഞർ. ക്ഷേത്രജ്ഞര് 2 പേരാണ്, ജീവാത്മാവും പരമാത്മാവും. പിന്നെ ക്ഷേത്രം എന്ന് പറയുന്നത് ശരീരം. ഇത് മൂന്നിന്റെയും പരസ്പര ബന്ധം മനസ്സിലാക്കിയിട്ടുള്ളവരാണ് മുക്താത്മാക്കൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരാണ് ശരിയായിട്ടുള്ള ജ്ഞാനികൾ. ആധ്യാത്മിക ജ്ഞാനമുള്ളവരുടെ സഹവാസം കൊണ്ടല്ലാതെ ഈ മൂന്നിനെയും ശരിക്കും കാണാനാവില്ല. അപ്പം ആധ്യാത്മിക ജ്ഞാനം, അതായത് ഒരു ആ സാക്ഷാത്കാര തലത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഗുരുവിന്റെ സഹായം കൊണ്ട് മാത്രമേ നമുക്ക് നമ്മളുടെ ശരീരത്തെയും ജീവാത്മാവിനെയും പരമാത്മാവിനെയും ഒക്കെ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരാരാണ്? മൂഢരാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സത്സംഗമില്ല, സത്സംഗത്തിൽ ഏർപ്പെടാത്തവര് മൂഢരാണ് എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ളവരെന്താണ് കാണുന്നത്? ഒരു വ്യക്തിയെ കണ്ടാൽ ആ ശരീരത്തെ മാത്രമേ കാണാൻ അങ്ങനെയുള്ളവർക്ക് സാധിക്കുകയുള്ളൂ. ആ ശരീരത്തിന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യത്തെ തിരിച്ചറിയാൻ, അതായത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ചരാചരങ്ങളിലും കുടികൊള്ളുന്നത് ഒരേ പരമാത്മ ചൈതന്യമാണ്, അത് ഭഗവാന്റെ അംശമാണ് എന്ന് തിരിച്ചറിവില്ലാത്തവരെ മൂഢരാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവര് പറയുന്നത് ശരീരം നശിച്ചു അതോടെ എല്ലാം അവസാനിക്കുന്നു എന്നവര് കരുതുന്നത്. അതുകൊണ്ടാണ് ദേഹനാശത്തിന് ശേഷവും ജീവാത്മാ പരമാത്മാക്കള് നിലനിൽക്കുന്നുണ്ട് എന്നെന്നും വിവിധ ചരാചരങ്ങളുടെ വടിവെടുത്തുകൊണ്ടവർ അവരുടെ യാത്ര തുടരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ മരിച്ചു കഴിഞ്ഞാല് ആ ശരീരം പിന്നെന്താണ്? ശരീരത്തിന് ബോധമുണ്ടോ? ഇല്ല. അത് പ്രവൃത്തി ചെയ്യുന്നുണ്ടോ? സംസാരിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ആ ശരീരത്തില് ആത്മാവുള്ളത് കൊണ്ടാണ് ശരീരം ചൈതന്യവത്തായത്. അതായത് അതിന് അവബോധം ശരീരത്തിൽ ഉടനീളം വ്യാപിക്കുന്നത് എന്തുകൊണ്ടാണ്? ആത്മാവ് കുടികൊള്ളുന്നത് കൊണ്ടാണ്. അപ്പൊ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ശരീരത്തിൽ ആത്മാവിന്റെ കർമ്മങ്ങളെല്ലാം അവസാനിച്ചു. അപ്പൊ അവശേഷിക്കുന്ന കർമ്മഫലം അനുസരിച്ചിട്ട് ആത്മാവ് എന്ത് ചെയ്യും? ആ നിമിഷം അടുത്ത ശരീരം തേടി പോവുകയാണ് ചെയ്യുന്നത്. അതാണ് മരണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവാത്മാവ് അതിനോടൊപ്പം പരമാത്മാവും പോയി കഴിഞ്ഞാൽ ഈ ശരീരം എന്താണ്? വെറും ജഡപദാർത്ഥമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവിന് ശരീരവുമായിട്ട് ബന്ധമില്ല, ശരീരത്തിൽ കുടികൊള്ളുന്നു എന്ന് മാത്രം. പക്ഷേ ഈ ശരീരമാണ് ക്ലേശങ്ങളെല്ലാം അനുഭവിക്കുന്നത്, ആത്മാവല്ല. നമുക്ക് തോന്നും ആത്മാവാണ്, ഞാനാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എനിക്കെന്താണ് ഈ ദുഃഖങ്ങൾ വരുന്നത് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ശാരീരിക തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ അതിനപ്പുറത്തേക്ക് ആത്മീയ തലത്തിൽ നമ്മൾ എത്തണം. ആത്മാവിന്റെ തലത്തിൽ എത്തിയെങ്കിൽ മാത്രമേ ഈ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളെ ബാധിക്കാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാകും ആത്മാവിന് നാശമില്ല. അതുകൊണ്ട് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിക്ക് ദുഃഖം ഉണ്ടാവില്ല. ദുഃഖം ഉണ്ടാകാത്തതിന് കാരണം ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ ജനനം എന്ന് പറയുന്നത്. ആത്മാവിന്റെ കർമ്മഫലങ്ങൾ അവസാനിച്ചു. അപ്പൊ അത് അടുത്ത ശരീരം തേടി പോയതാണ്. അതിലെന്തിനാണ് ദുഃഖിക്കുന്നത്? ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാം. അതായത് പഴയ വസ്ത്രം മാറി ഒരു പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെയാണ് ആത്മാവ് ഒരു ശരീരം വിട്ട് അടുത്ത ശരീരം തേടി പോകുന്നത്. ഇതറിയാൻ വയ്യാതെ വരുമ്പോഴാണ് നമ്മൾ ദുഃഖിക്കുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല. എത്ര പ്രിയപ്പെട്ടവർ പോയി കഴിഞ്ഞാലും ഇത് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ദുഃഖം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം ദേഹം നശിച്ചാലും ആര് നിലനിൽക്കുന്നു? ജീവാത്മാ പരമാത്മാക്കള് നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ ആ വ്യക്തിക്ക് സാധിക്കും. എന്നെന്നും വിവിധ ചരാചരങ്ങളുടെ വടിവെടുത്തുകൊണ്ട് അവർ യാത്ര തുടരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭക്തന്മാരുടെ സംഘത്തില് ഇരിക്കണം.
അതുകൊണ്ടാണ് 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക. ആത്മാവിനെ നശിപ്പിക്കാൻ ഒരു തരത്തിലും സാധിക്കില്ല. ആയുധം കൊണ്ട് വെട്ടിമുറിക്കാനോ ജലത്തിലിട്ട് മുക്കിക്കൊല്ലാനോ തീയിലിട്ട് ചുടാനോ ഒന്നും സാധിക്കില്ല ആത്മാവിനെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം നമ്മളുടെ ശരീരം, നമുക്കറിയാം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് നമ്മളുടെ ശരീരം. ശരീരം എന്ന് പറയുന്നത് സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരവുമുണ്ട്. സ്ഥൂല ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. ഇപ്പം നമ്മള് ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ആത്മാവിനോടൊപ്പം ഈ സൂക്ഷ്മ ശരീരവും യാത്രയാവുന്നുണ്ട്. അപ്പൊ ഇവിടെ ജീവാത്മാവിനെ പരമേശ്വരൻ എന്ന വാക്കുകൊണ്ട് സംബോധന ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണിത്? നമ്മുടെ ശരീരത്തിന്റെ ഉടമസ്ഥനാണ് ആര്? ജീവാത്മാക്കൾ. അത് തന്നെയുമല്ല, മരണശേഷം കർമ്മഫലം അനുസരിച്ചിട്ട് മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു ആ ജീവാത്മാവ്. അതുകൊണ്ട് ഇവിടെ ജീവാത്മാവിനെ പരമേശ്വരൻ എന്ന പദം ഉപയോഗിച്ചിട്ട് സംബോധന ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജീവാത്മാവ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ നാഥനാണ്, ഉടമസ്ഥനാണ്. അതുപോലെ പരമേശ്വരൻ എന്ന ആരെയും പറയും? പരമാത്മാവിനെയും പറയും. കാരണം ഭഗവാൻ ദേവാധിദേവനാണ്, പരമേശ്വരനാണ് ഭഗവാൻ. ആ ഭഗവാന്റെ അംശമാണ് പരമാത്മാവ്. അതുകൊണ്ട് പരമാത്മാവിനെയും പരമേശ്വരൻ എന്ന് സംബോധന ചെയ്യാറുണ്ട്. അപ്പൊ എങ്ങനെ നോക്കിയാലും ജീവാത്മാ പരമാത്മാക്കൾക്ക് നാശമില്ല. ശരീരത്തിന് മാത്രമാണ് നാശമുള്ളത്. ശരീരം താൽക്കാലികമാണ്, അത് നശ്വരമാണ്. പക്ഷെ ആത്മാവ് എറ്റേണലാണ്, ശാശ്വതമാണ്. ആത്മാവ് ചൈതന്യവത്താണ്. അപ്പം ഇതിന്റെ ഈ ജീവാത്മാ പരമാത്മാക്കളുടെ ആ എറ്റേണിറ്റി, ശാശ്വതത്വം മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥ സത്യത്തെ തിരിച്ചറിഞ്ഞവര്, അതായത് സാക്ഷാത്കാരം ലഭിച്ചവരെന്ന് ഇവിടെ ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതം ഈശ്വരം നഹി നസ്ത്യാത്മാനാത്മാനം തതോ യാതി പരാം ഗതിം. അപ്പൊ ഇവിടെ എവിടെയും ഏതൊരു ജീവിയിലും ഒരേ വിധം കുടികൊള്ളുന്ന പരമാത്മാവിനെ ദർശിച്ചാൽ ആ മനുഷ്യൻ സ്വമനസ്സുകൊണ്ട് സ്വയം അധപതിക്കുന്നില്ല. അങ്ങനെ ഇന്ദ്രിയാതീതമായ ലക്ഷ്യത്തോടെ അയാൾ അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഏത് ജീവികളെ കണ്ടാലും, ഏതൊരു വ്യക്തിയെ കണ്ടാലും നമ്മൾ എന്താണ് ഓർമ്മിക്കേണ്ടത്? എന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യം ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ജീവജാലങ്ങളുടെ ഉള്ളിലും കുടികൊള്ളുന്നുണ്ട്. അവരുടെ കർമ്മഫലത്തിനനുസരിച്ചിട്ട് അവര് വ്യത്യസ്ത യോനികളിൽ ജനിച്ചു എന്ന് മാത്രം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ആരും ശത്രുക്കളില്ല, എല്ലാവരും മിത്രങ്ങൾ തന്നെ ആയിത്തീരും. എല്ലാവരോടും നമുക്ക് സ്നേഹത്തോടെ പെരുമാറാന് നമുക്ക് സാധിക്കും. അങ്ങനെ ഇത് തിരിച്ചറിഞ്ഞവരാണ് മുക്താത്മാക്കൾ എന്നാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മളിപ്പോ എന്താണ് സൃഷ്ടി തുടങ്ങിയപ്പോഴേ നമ്മളെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലാണ് ജീവാത്മാക്കളെ ഏർപ്പെടുന്നത്. അപ്പൊ നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് ഈ ഭൗതിക ആസ്വാദനത്തിൽ ഇങ്ങനെ ഉറച്ചിരിക്കുകയാണ് മനസ്സ്. അതുകൊണ്ടാണ് നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മളുടെ മനസ്സിനെ അതിൽ നിന്ന് മുക്തമാക്കാനും നമുക്ക് സാധിക്കാത്തത്. അങ്ങനെ ഇന്ദ്രിയ വിഷയങ്ങളിൽ ഇങ്ങനെ മുഴുകി കഴിഞ്ഞ് അതിൽ തന്നെ അതൊരു സ്വഭാവമായിട്ട് മാറി നമ്മളുടെ മനസ്സിന്റെ. അപ്പൊ നമ്മളുടെ മനസ്സിനെ അതിൽ നിന്ന് വിടുവിക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പരിശ്രമിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. നമ്മളുടെ സാധന നമ്മൾ ശക്തമാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ മനസ്സിനെ ഇതിൽ നിന്ന് മുക്തമാക്കാന് നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം ഭഗവാന്റെ തിരുനാമം ജപിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് എവിടൊക്കെയോ പോകും, ഇല്ലേ? വേണ്ടാത്ത ചിന്തകളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വയം വിചാരിക്കണം. ആ തിരുനാമത്തില് നമ്മൾ വാശി പിടിച്ച തിരുനാമത്തില് നമ്മളുടെ മനസ്സിനെ കൊണ്ടുവരാൻ നമ്മള് നിരന്തരമായിട്ട് നമ്മൾ പരിശ്രമിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് മനസ്സിനെ മുക്തമാക്കാന് നമുക്ക് സാധിക്കുകയുള്ളൂ. ആ തിരുനാമത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം മനസ്സതില് വേരൂന്നിപ്പോയി, ഇന്ദ്രിയ വിഷയങ്ങളില് അതിന്റെ വേര് ഉറച്ചുപോയി. അപ്പം ഈ മനസ്സാണ് നമ്മുടെ ബന്ധനത്തിനും നമ്മളുടെ മോക്ഷത്തിനും കാരണമാകും. മനേവ മനുഷ്യാണ
കാരണം ബന്ധമോക്ഷണം. മനസ്സ് നമ്മളുടെ സുഹൃത്താണ്, അതേസമയം നമ്മളുടെ ശത്രുവുമാകും മനസ്സ്. അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട്, എനിക്ക് കാറ്റിനെ പോലും പിടിച്ചു നിർത്താം, പക്ഷെ എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കില്ല. ശരിയാണത്. നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ മനസ്സിനെ ആ സമനിലയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഭഗവാൻ പറയുന്നത് എന്താണ്? അഭ്യാസേനത് കൗന്ദേയ, നിരന്തരമായിട്ടുള്ള പരിശീലനം കൊണ്ട് നമുക്ക് നമ്മളുടെ മനസ്സിനെ നമ്മളുടെ കൈപ്പിടിയിൽ കൊണ്ടുവരാന് നമുക്ക് സാധിക്കും. അതിന് നമ്മൾ നിരന്തരമായിട്ട് അതിന് നമ്മൾ പരിശ്രമിക്കണം, എങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. ആധ്യാത്മിക ജീവിതത്തിലെ തനിക്കുണ്ടായിരുന്ന സ്ഥിതിയല്ല ജീവാത്മാവിനെ ഭൗതിക ജീവിതം കൈക്കൊള്ളുമ്പോൾ കിട്ടുന്നത്. ഭൗതിക ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് പിന്നെ ആ ഭൗതികതയിലായി നമ്മളുടെ ബുദ്ധിയും മനസ്സും എല്ലാം തന്നെ, ചിന്തകളും എല്ലാം ഭൗതികമാണ്. ഭഗവാൻ പരമാത്മ രൂപേണ ഓരോ ജീവിയുടെ ശരീരത്തിൽ കുടികൊള്ളുന്നു എന്നറിഞ്ഞാൽ, അതായത് സർവഭൂതങ്ങളിലും ഈശ്വര സാന്നിധ്യം അനുഭവപ്പെട്ടാൽ ഒരാൾ നാശോന്മുഖമായ മനോഭാവം കൊണ്ട് സ്വയം അധപതിക്കില്ല. അതായത് എല്ലാ ഹൃദയങ്ങളിലും ഈശ്വര സർവഭൂതാന ജ്ഞാത്വാമാം ശാന്തി മിച്ഛതി. ആ നമ്മുടെ വെൽവിഷറാണ് പരമാത്മാവ്. പരമാത്മാവ് എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളില് നമ്മളുടെ ആ ശാന്തി, നമ്മളുടെ സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ നമ്മുടെ സുഹൃത്തായിട്ട് കുടികൊള്ളുന്നു. സുഹൃതം സർവഭൂതാന ജ്ഞാത്വാമാം ശാന്തി മിച്ഛതി. എല്ലാവരുടെ ഉള്ളില് നമ്മളുടെ വെൽവിഷറായിട്ടാണ് ഭഗവാൻ, അഭ്യുദയകാംക്ഷിയായിട്ടാണ് പരമാത്മാവ് കുടികൊള്ളുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്ക് നമ്മളുടെ മനസ്സിനെ അല്പാൽപമായിട്ട് ഈ ഭൗതികതയിൽ നിന്ന് മോചിപ്പിക്കാന് നമുക്ക് സാധിക്കും. ഒരാൾ നാശോന്മുഖമായ മനോഭാവം കൊണ്ട് സ്വയം അധപതിക്കല്ല. നമ്മളുടെ ഉള്ളില് ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തി പിന്നീട് ആ മോശമായ ചുറ്റുപാടിലേക്ക്, ഭൗതികതയിലേക്ക് പോകാൻ ആ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കില്ല. മറിച്ച് ക്രമേണ ആധ്യാത്മികമായിട്ട് ഉയരാനാണ് ആ വ്യക്തിയെ ശ്രമിക്കുക. അപ്പം സാധാരണ നിലയില് വിഷയാസക്തനാണ് നമ്മള്. കാരണം നമ്മള് ജനിച്ചപ്പം മുതലേ നമ്മൾ ഭൗതികമായിട്ടുള്ള പ്രവൃത്തികള് ചെയ്യുന്നു. പ്രഭുപാദര് പറയുന്നുണ്ട്, നമ്മള് ജീവാത്മാക്കള് ഈ സൃഷ്ടി തുടങ്ങിയപ്പോഴേ നമ്മൾ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ജീവാത്മാക്കൾക്ക് ഏത് തരത്തിലുള്ള കർമ്മമാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പ്രഭുപാദര് പറയുന്നുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നമ്മളെ ഇവിടെ കുടുക്കിയിടുന്നതാണ്. അപ്പൊ നമ്മളെ ഈ ഭൗതികതയിൽ നിന്ന് ഏത് പ്രവൃത്തി ചെയ്താലാണ് നമുക്ക് മോചനം കിട്ടുക എന്ന് ജീവാത്മാക്കൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതികതയിൽ പെടുന്നത് എന്ന് പ്രഭുപാദരെ പറയുന്നുണ്ട്. അപ്പൊ അതിനാണ് നമ്മളുടെ ജീവിതത്തിലെ ആധ്യാത്മിക ഗുരു വേണമെന്ന് പ്രഭുപാദര് നിർബന്ധം പിടിക്കുന്നത്. ആധ്യാത്മിക ഗുരുവിൽ കൂടി മാത്രമേ നമ്മളുടെ മാർഗം, ശരിയായിട്ടുള്ള മാർഗത്തെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കർമ്മത്തെ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഏത് മാർഗത്തിൽ കൂടി പോയാൽ, അല്ലെങ്കിൽ ഏത് തരം പ്രവൃത്തികൾ നമ്മൾ ചെയ്താലാണ് നമുക്ക് ഭഗവത് സാക്ഷാത്കാരം കിട്ടുക എന്ന് നമ്മൾക്ക് അറിയണമെങ്കിൽ സാധുശാസ്ത്ര ഗുരു, ഈ 3 കാര്യങ്ങളെ നമ്മൾ ആശ്രയിച്ച് സാധിക്കുകയുള്ളൂ. സാധാരണ നിലയില് വിഷയാസക്തമാണ് മനസ്സ്. പക്ഷെ അത് ആ മനസ്സിനെ നമ്മൾ ഭഗവാനിലേക്ക്, പരമാത്മാവിലേക്ക് നമ്മൾ തിരിക്കുകയാണെങ്കിൽ ആ മനസ്സ് നമ്മളുടെ മോക്ഷത്തിന് കാരണമാകുന്നു. ഇല്ല ഭൗതികതയിലേക്കാണ് തിരിയുന്നതെങ്കിലോ നമ്മൾക്ക് ഇവിടെ കുടുങ്ങിക്കിടക്കാനും അത് കാരണമാകുന്നു. പരമാത്മാവിലേക്ക് തിരിഞ്ഞാൽ മനുഷ്യന് ആധ്യാത്മിക ജ്ഞാനമാർഗത്തിൽ പുരോഗമിച്ച് ഈ ജന്മം തന്നെ ഭഗവത് സാക്ഷാത്കാരം നേടാൻ നമുക്ക് സാധിക്കുന്നു. അപ്പൊ നമ്മള് അത് തിരിച്ചറിഞ്ഞ ഒരു ഗുരുവിനെ സ്വീകരിച്ച് നമ്മള് ഭക്തിയുടെ സേവനത്തിൽ കൂടി മുന്നേറുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഭഗവത് പ്രാപ്തി ഈ ജന്മത്തിൽ തന്നെ കൈവരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ ആ സേവനം ചെയ്ത് നമ്മളുടെ മനസ്സ് എന്താകും? മനസ്സ് ശാന്തമാകും, അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോവില്ല. കാരണം എപ്പോഴും നമ്മളുടെ അവബോധത്തിലെ ഭഗവാൻ ഉണ്ടാവും. നമുക്ക് എപ്പോഴും ആ ഭക്തിയുടെ സേവനത്തെ കുറിച്ച്, ഇപ്പൊ നമുക്കറിയാം, നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാല് നമ്മള് അപ്പൊ തിരുനാമം ജപിക്കണം, ഇല്ലേ? ഭഗവാന്റെ കാര്യങ്ങൾ നോക്കുക, ഭഗവാൻ അഭിഷേകം ചെയ്യുക, ഭഗവാന്റെ വസ്ത്രങ്ങൾ അണിയിക്കുക, മാല ഇടുക, ഇല്ലേ? ഇങ്ങനെ അലങ്കരിക്കുക. ഇങ്ങനെ ഒന്നൊന്നായിട്ട് നമുക്ക് നമ്മളുടെ അവബോധത്തില് ഭഗവാനെ നിർത്താൻ നമുക്ക് സാധിക്കും. ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതലേ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലോ
നമ്മളുടെ അവബോധം എപ്പോഴും ഭൗതികമായിരിക്കും. അതുകൊണ്ടാണ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഭഗവാന്റെ കാര്യങ്ങൾ തിരുനാമം ജപിക്കുക, ഭാഗവതം വായിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മളുടെ അവബോധത്തിൽ തുടക്കം മുതലേ അവബോധത്തിൽ ഭഗവാനെ കൊണ്ട് നിറയ്ക്കാൻ സാധിക്കും. അപ്പം നമ്മളുടെ മനസ്സെന്താകും? മനസ്സ് ശക്തമാകും, സ്ട്രോങ് ആകും. അങ്ങനെ ഉറച്ച മനസ്സുള്ള ഒരു വ്യക്തിയെ ഒരു തരത്തിൽ മറ്റു വിഷയങ്ങളിലേക്ക് പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ആ വ്യക്തി ഭഗവത് സേവനത്തിലൂടെ മുന്നോട്ട് പോയി ഭഗവത് സാക്ഷാത്കാര തലത്തിൽ എത്തിച്ചേരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് കുട്ടിക്കാലം മുതലേ നമ്മൾ എന്ത് ചെയ്യണം? ഭക്തി പരിശീലിക്കണം. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ആ കുട്ടി വലുതായി കഴിഞ്ഞാലും ആ ഭക്തി മാർഗത്തിൽ നിന്ന് ഒരു കാരണവശാലും ആ കുട്ടി പുറകോട്ട് പോവില്ല. പ്രകൃത്യൈവ ച കർമാണി ക്രിയമാണാനി സർവശഃ യ പശ്യതി തഥാത്മാനം അകർത്താരം സ പശ്യതി. ഭൗതിക പ്രകൃതി സൃഷ്ടമായ ശരീരമാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതെന്നും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ലെന്നും അറിയുന്നവനത്രേ യഥാർത്ഥത്തിൽ ദർശിക്കുന്നവൻ. ഇവിടെയും ശരീരത്തിന്റെ ആത്മാവിന്റെയും പ്രത്യേകതകൾ വരുന്നുണ്ട്. അപ്പം നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? നമ്മൾ ശരീരത്തിന്റെ തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മളെ വരുന്ന ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം അനുഭവിക്കുന്നത് ആരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ശരീരമാണ്. നമ്മുടെ ശരീരത്തിനാണ് ഈ ദുഃഖങ്ങളെല്ലാം. അതുകൊണ്ടാണ് നമ്മൾ ദുഃഖങ്ങളും ക്ലേശങ്ങളും ഒക്കെ നമ്മൾ വലുതായിട്ട് കാണുന്നത്. ഒരു ചെറിയ ദുഃഖം വന്നാലും അതിനെ പെരുപ്പിച്ച് കാണുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ശരീരബോധമാണ് നമുക്കുള്ളത്, ആധ്യാത്മിക ബോധം നമുക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് ദുഃഖങ്ങളൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് നമ്മളെടുത്ത് അതിന്റെ പിന്നാലെ നമ്മൾ പായുന്നത്. അത് പരിഹരിക്കാൻ പിന്നെ നെട്ടോട്ടമായി. പക്ഷെ ഈ ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾ ഒരിക്കലും ഇതിനായിട്ട് നമ്മൾ പരിശ്രമിക്കില്ല. അത് വരാനുള്ളത് വരും, പോകും. അത് അതിന്റെ വഴിക്ക് പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അതിനെ ഗൗരവമായിട്ട് കാണേണ്ട എന്ന് നമുക്ക് തോന്നും. കാരണം നമ്മളുടെ ശരീരമല്ല, ആത്മാവാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ. നമുക്ക് എന്തുകൊണ്ടാണ് ഈ ശരീരം കിട്ടിയത്? നമ്മളുടെ മുജ്ജന്മ കഴിഞ്ഞുപോയ ജന്മങ്ങളിലെ പ്രവൃത്തികൾ, പൂർത്തീകരിക്കാതെ പോയ ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഭഗവാനും ഭഗവാന്റെ സഹായത്താലെ ഭൗതിക പ്രകൃതിയും നമുക്ക് ശരീരം തന്നിരിക്കുന്നത്. അപ്പൊ ശരീരം കൊണ്ട് നമുക്ക് എന്തേ കിട്ടൂ? ദുഃഖങ്ങളെ കിട്ടൂ. കാരണം നമ്മൾ ശരീരം ഉപയോഗിച്ചിട്ട് നമ്മളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ ഭഗവാൻ ഈ ശരീരം തന്നത് എന്തുദ്ദേശത്തിലാണ്? ഈ ആഗ്രഹ പൂർത്തീകരണം ആയിക്കോട്ടെ, അതിനോടൊപ്പം തന്നെ ഭഗവാന് സേവനം ചെയ്ത് ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരാൻ ഇനിയൊരു ശരീരം സ്വീകരിക്കാനുള്ള വഴികളെല്ലാം അടയ്ക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് ഈ ശരീരം തന്നത്. പക്ഷെ നമ്മൾ ഇത് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും നമ്മൾ അടുത്ത ജന്മത്തിലേക്കുള്ള പാത ഒരുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ പിന്നെ അതിൽ ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ത്രിഗുണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ത്രിഗുണത്തിൽ പെട്ടു. ആ ത്രിഗുണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ ശരീരത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും നമ്മളുടെ നിയന്ത്രണത്തിലല്ല. അതൊക്കെ മുൻകൂട്ടി നമ്മൾ തന്നെ നിശ്ചയപ്പെടുത്തി അത് ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. അപ്പം സുഖത്തിനായാലും ദുഃഖത്തിനായാലും ആ ശരീരഘടന നമ്മളെ നിർബന്ധിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഭൗതിക ലോകത്തിലേക്ക് വരാൻ ഇഷ്ടമില്ലെങ്കിലും നമ്മളുടെ കർമ്മഫലങ്ങൾ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ കർമ്മഫലത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമുക്കിവിടെ വന്നേ പറ്റും. ഇല്ലേ? നമുക്ക് ജന്മം എടുത്തേ പറ്റുള്ളൂ. അപ്പൊ ആ ജന്മം എടുത്തു കഴിഞ്ഞാല് നമ്മള് ആ ഭൗതികമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തും ചെയ്യണം? ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിലെ ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഈ ജനന മരണത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാന് നമുക്ക് സാധിക്കും. മുജ്ജന്മങ്ങളിലുള്ള എല്ലാ ആഗ്രഹങ്ങളെ മുൻനിർത്തി ലഭിച്ചതാണ് നമുക്ക് ഈ ശരീരം. പിന്നെ നമ്മൾ അതിൽ ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ശരീരം കിട്ടിയിരിക്കുന്നത്. മനുഷ്യന് ശരീരം കൊണ്ട് നമ്മളുടെ ആഗ്രഹത്തിന് പൂർത്തീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ അവശേഷിച്ച ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ദുഃഖങ്ങൾ വരുമ്പോ ഭഗവാനെ വഴി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. നമ്മൾ തന്നെയാണ് അതിന് ഉത്തരവാദികൾ. പ്രായോഗികമായി ആഗ്രഹ നിവൃത്തിക്ക് ഉതകുന്ന വിധം പരമപുരുഷൻ ആസൂത്രണം ചെയ്ത ഒരു യന്ത്രം മാത്രമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. ആഗ്രഹങ്ങൾ കാരണമാണ് നമുക്ക്
ദുഃഖിക്കാനോ സുഖിക്കാനോ ഇടവരുന്നത്. മനുഷ്യന് ദുർഘട സ്ഥിതികളെ നേരിടേണ്ടി വരുന്നതും നമ്മളുടെ ആഗ്രഹങ്ങൾ കാരണമാണ്. അതായത് പൂർത്തീകരിക്കാതെ പോയ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നത്. ആ കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ നമ്മൾ പെടുന്നത്. അപ്പൊ ജീവസത്തയെ കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ ഒരാള് ഈ ശാരീരിക പ്രവർത്തനങ്ങളിൽ നിന്നും മുക്തരാകാനാണ് പരിശ്രമിക്കുക. അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളവര് ആ യഥാർത്ഥ ജീവിതത്തെ എന്താണ് യാഥാർത്ഥ്യമെന്ന് നോക്കി കാണാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും ആ ജീവാത്മാവ് പരിശ്രമിക്കുന്നു. അങ്ങനെ ഭഗവത് സാക്ഷാത്കാരത്തിന്റെ തലത്തിൽ എത്തിച്ചേരാന് ആ ജീവാത്മാവിന് സാധിക്കുന്നു എന്നാണ് നമ്മളുടെ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ ശരീരത്തിനാണ് എല്ലാ വികാരങ്ങളും, ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ ശരീരത്തിനാണ്. ആത്മാവിനില്ല. ആത്മാവിന് ഒരിക്കലും ദുഃഖമില്ല. ആത്മാവിന് ദുഃഖമേ ഇല്ല. അതെപ്പോഴും ആനന്ദത്തിലാണ്. ആനന്ദമയ അഭ്യാസം, അതാണ് ജീവാത്മാവിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. പക്ഷെ ആത്മാവിനെ നമ്മളിപ്പം ഭൗതിക ആനന്ദത്തിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ ആധ്യാത്മിക ആനന്ദമാണ് ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കി ജീവാത്മാക്കൾ ആ വഴിയെ തിരികെയാണെങ്കിൽ ആത്മാവ് തീർച്ചയായിട്ടും സന്തോഷിക്കും. കാരണം എന്താ, ഈ ജന്മം കൊണ്ട് രക്ഷപ്പെടാമില്ല എന്ന് ആത്മാവ് കരുതും. അപ്പം നമ്മളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് തന്നിരിക്കുന്ന ഗിഫ്റ്റാണ് ശരീരമെങ്കിലും അതുകൊണ്ട് നമ്മൾ ആധ്യാത്മിക ആനന്ദം അനുഭവിക്കാനാണ് ജീവാത്മാക്കള് പരിശ്രമിക്കേണ്ടത്. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമ്മളുടെ ആഗ്രഹങ്ങളെ ഇപ്പൊ അത് ഭൗതികമാണ്, അതിനെ ആധ്യാത്മികമാക്കണം, ശുദ്ധീകരിക്കണം. എങ്ങനെ ശുദ്ധീകരിക്കാൻ സാധിക്കും? ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ ശുദ്ധീകരിക്കപ്പെടും. കാരണം ഭക്തിയുടെ സേവനത്തിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും എന്താണ്? ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി മാത്രമാണ്. നമ്മളുടെ ആഗ്രഹം, അതിന്റെ റിസൾട്ട് നമുക്ക് വേണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ അല്ല, ഭഗവാന് വേണ്ടിയാണ് നമ്മൾ പിന്നീട് പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മളുടെ ആഗ്രഹങ്ങളും കർമ്മങ്ങളും എല്ലാം ശുദ്ധീകരണമാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭക്തിയുടെ സേവനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ആ മലിനമായ പ്രവൃത്തികളെ ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ ആ മലിനമായ പ്രവൃത്തികളൊക്കെ ശുദ്ധീകരിക്കപ്പെടും. ആ ഭഗവത് സേവനത്തിലൂടെ, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്നതിലൂടെ അതെല്ലാം ശുദ്ധമാകുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഭക്തിയുടെ സേവനം അല്ലെങ്കിൽ പ്യുവർ ഡിവോഷണൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ശുദ്ധ ഭക്തിയുടെ സേവനത്തിലൂടെ നമുക്ക് നമ്മളുടെ പ്രവൃത്തികളെല്ലാം ശുദ്ധീകരിച്ചിട്ട് നമ്മളുടെ കർമ്മഫലങ്ങളെല്ലാം നശിച്ച് അതിൽ നിന്ന് മുക്തരായിട്ട് ഭഗവത് പ്രാപ്തി കൈവരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഈ ശ്ലോകങ്ങളിലൂടെയല്ല. ഹരേ കൃഷ്ണ. ഇനി 2-3 ശ്ലോകങ്ങളേ ഉള്ളൂ, അതിന് സമയമില്ല, അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയമായിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. മാതാജി, ഒരു സംശയം ചോദിക്കട്ടെ മാതാജി? ഹരേ കൃഷ്ണ. മാതാജി, ഇവിടെ പിന്നെ ഒരു വാചകം, പിന്നെ ഇത് അന്തർമുഖരായ ഭക്തന്മാരെന്ന് ഒരു വാചകം ഞാൻ കണ്ടു. അപ്പൊ ഇതിനകത്ത് ഞാൻ വേറൊരു ശ്ലോകം കണ്ടിട്ട് അതിനോടൊന്ന് ഉപമിക്കാൻ നോക്കിയാണ്. യാ നിശ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി യസ്യം ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യതോ മുനെ. അതായത് 2-ാം അധ്യായത്തിലെ ഒരു ശ്ലോകമായത്, 69-ാമത്തെ ശ്ലോകം. അതെ, ശരിയായിട്ടുള്ള യോഗികൾ, ആധ്യാത്മിക യോഗികൾ, അവർക്ക് ഭൗതികനാണെങ്കിൽ നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ്. പക്ഷെ നമ്മൾ ഉറങ്ങുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അവരുണർന്നിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി അവരെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഭഗവാന് വേണ്ടി അവരെ പരിപൂർണ നിരതരാണ്, ഭഗവത് സേവനത്തിൽ നിരതരാണ്, ആധ്യാത്മികമായിട്ട് ഉണർന്നിരിക്കുകയാണ്. അല്ലാത്ത ബദ്ധാത്മാക്കള് ഭൗതികമായിട്ട് അജ്ഞത കൊണ്ട് ആവരണം ചെയ്തിരിക്കുകയാണ് ബദ്ധാത്മാക്കള്. ആധ്യാത്മിക യോഗികൾ, അവരിൽ അജ്ഞതയില്ല, അവർക്ക് ഭഗവത് ജ്ഞാനം കിട്ടി. ആ ഭഗവത് ജ്ഞാന മാർഗത്തിലെ ഭക്തിയുടെ സേവന പാതയിൽ അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിലാണ് അവര് ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭക്തരെ അന്തർമുഖരാണെന്ന് പറയുന്നത്. കാരണം അവർക്ക് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാനോ അതിനെക്കുറിച്ച് അറിയാനോ ഒന്നും താല്പര്യമില്ല. അവർക്ക് എപ്പോഴും ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ട സമയം ചിലവഴിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. മറ്റു ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ഏർപ്പെടാനോ അതേക്കുറിച്ച് മനസ്സിലാക്കാനോ
മറ്റൊരു സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിലെ ചടങ്ങുകളിലോ ഒന്നും പങ്കെടുക്കാനോ ഒരു ഭക്തൻ ആഗ്രഹിക്കില്ല. കൃഷ്ണാവബോധത്തിൽ കൂടി മുന്നോട്ട് പോയിട്ട് ഈ ജന്മം കൊണ്ട് ഭഗവത് സാക്ഷാത്കാരം നേടണം എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കുക മാത്രമാണ് ഒരു ഭക്തന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഫുൾ ടൈം 24/7 ഒരു ഭക്തൻ അതിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ. മാതാജി, ഗോവിന്ദൻ എന്ന് നമ്മൾ സംബോധന ചെയ്യുമ്പോഴും ശരിക്കും വിഷ്ണുവിനെ അല്ലേ ഉദ്ദേശിക്കുന്നത്? ഗോവിന്ദൻ അല്ല, പരമേശ്വരൻ. ഗോവിന്ദൻ കൃഷ്ണനാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവൻ, ഇന്ദ്രിയങ്ങളുടെ നാഥൻ ഗോവിന്ദനാണ്. പിന്നെ ഗോ എന്ന് പറഞ്ഞ പശുവിന്റെ നാഥൻ എന്നും അർത്ഥമുണ്ട്. ഗോവിന്ദൻ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഗോവിന്ദ ചില സ്ഥലങ്ങളിലൊക്കെ പിന്നെ ഈ മരണം നടന്നു കഴിയുമ്പോൾ അവര് പരമശിവനെയാണ് കാണിക്കുന്നത്. എന്നിട്ട് ഗോവിന്ദ ഗോവിന്ദ എന്നും പറഞ്ഞാണ് ഈ മൃതശരീരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു അല്ലയോ കൃഷ്ണൻ അല്ലയോ? അല്ലല്ല, കൃഷ്ണനാണ്. ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി. ശ്രീകൃഷ്ണ ഭഗവാനാണ് ഗോവിന്ദൻ. അതായത് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും നാഥൻ ഭഗവാനാണ്. ഗോവിന്ദനാണ്, കൃഷ്ണനാണ്. വിഷ്ണു, കാരണം നമ്മുടെ ആൾക്കാർക്ക് വിഷ്ണുവിന്റെ ആ തലത്തിൽ മാത്രമേ ഉള്ളൂ. കൃഷ്ണൻ ഒരു സാധാരണ വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ വിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ഒന്ന്. നമ്മളുടെ നാട്ടിൽ അതാണ്. നമ്മളുടെ നാട്ടിലെന്നല്ല, എല്ലാവർക്കും ഇത് തന്നെ ഉള്ളൂ. പക്ഷെ കൃഷ്ണാവബോധത്തിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ശരിയായിട്ടുള്ള അറിവ്. കൃഷ്ണനാണ്, വിഷ്ണു അല്ല ശ്രേഷ്ഠൻ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് കിട്ടുന്നത്. അതേവരെയും നമ്മളും അതിൽ തന്നെയാണ്. വിഷ്ണു വിഷ്ണു ഇത് മാത്രമേ നമുക്കറിയൂ. കാരണം നമ്മൾ കേട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. തലമുറകളായിട്ട് ഇതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ വിഷ്ണു എന്ന് പറയുന്നത് ഭഗവാന്റെ വിസ്തരണമാണ്, ഭഗവാനിൽ നിന്നാണ്. അത് ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ അത് തന്നെ എടുത്തിരുന്നു. ചതുർവ്യൂഹങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ആ വിഷ്ണു, മഹാവിഷ്ണുവിൽ നിന്നാണ് പുരുഷാവതാരങ്ങൾ വരുന്നത്. 3 പുരുഷാവതാരങ്ങൾ: കാരണോദശായി വിഷ്ണു, ഗർഭോദശായി വിഷ്ണു, ക്ഷീരോദശായി വിഷ്ണു. ഇതൊക്കെ ഭഗവാനിൽ നിന്നാണ്, കൃഷ്ണനിൽ നിന്നാണ്. കൃഷ്ണന്റെ വിസ്തരണമാണ് വിഷ്ണു എന്ന് പറയുന്നത്. കൃഷ്ണന് 64 ഗുണങ്ങൾ അനന്തമാണ്. ശ്രേഷ്ഠമായിട്ടുള്ള 64 ഗുണങ്ങള് ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. വിഷ്ണുവിന് 60 ഗുണങ്ങളെ ഉള്ളൂ. അതായത് വേണുമാധുരി, രൂപമാധുരി, ഭക്തമാധുരി, ലീലമാധുരി. ഇത് വിഷ്ണുവിനില്ല. വിഷ്ണു എപ്പോഴും ഗൗരവത്തിലാണ്, ഇല്ലേ? അതേസമയം കൃഷ്ണനാണെങ്കിൽ എപ്പോഴും പുഞ്ചിരിയോടെയാണ്. ഓടക്കുഴലിൽ പിടിച്ച് പുഞ്ചിരി തൂകിയാണ് കൃഷ്ണൻ നിൽക്കുന്നത്. തന്റെ ഭക്തരോടൊപ്പം എപ്പോഴും ആനന്ദിക്കാനാണ് കൃഷ്ണൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ വിഷ്ണു അങ്ങനെയല്ല. വിഷ്ണു കുറച്ച് ഗൗരവത്തിലാണ്. അത്ര വേഗമൊന്നും നമുക്ക് വിഷ്ണുവിനെ കിട്ടില്ല. ഇപ്പൊ തന്നെ ബ്രഹ്മാവിന്റെ സ്തുതികളൊക്കെ നമുക്കറിയാം. അവരൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാല് പാൽക്കടലിൽ നിന്നുകൊണ്ട് സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് പോലും വിഷ്ണു പ്രത്യക്ഷമാകുന്നില്ല. അശരീരി മുഖാന്തരമാണ് പറയുന്നത്. വളരെ ചുരുക്കമാണ് അവരുടെയൊക്കെ മുൻപിൽ വിഷ്ണു പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാനെ ആർക്കും എപ്പോഴും എവിടെയും ഏത് സമയത്തും ആരാധിക്കാം. അതിൻ്റെ ഒരു കഥയുണ്ട് ഭാഗവതത്തില്. അതായത് ഭഗവാൻ ഗോപന്മാർക്ക് അവര് പറയുന്നുണ്ട് നാരായണനെ കാണണം എന്ന് പറയുമ്പം വിഷ്ണുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരെ വൈകുണ്ഠത്തിൽ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പൊ അവിടെ അവര് നാരായണനെ കാണുമ്പോൾ അവർക്ക് കൃഷ്ണനായിട്ടാണ് തോന്നുക. അപ്പൊ ഓടിച്ചെല്ലും അടുത്തേക്ക്. അപ്പം കാവൽക്കാര് തടയുക ചെയ്യുന്നത്, പോകരുത്. ഇപ്പൊ എവിടെയും വിലക്കുകളാണ് അവിടെ. അതേസമയം വൃന്ദാവനത്തിലോ അവര് ഭഗവാന്റെ തോളിൽ കൈയിട്ട് നടക്കുന്നു, സ്വാതന്ത്ര്യത്തോടെ പെരുമാറുന്നു, ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, ഇല്ലേ, തമാശകൾ പറയുന്നു. അങ്ങനെയൊരു ലോകമാണ് ഭഗവാന് ഭക്തരും. പക്ഷെ വിഷ്ണുവിന്റെ അടുക്കൽ ഇപ്പൊ നമ്മളുടെ ആത്മാവ് വൈകുണ്ഠത്തിൽ എത്തിയാലും നമുക്ക് പരിമിതികളുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. അതേസമയം ഗോലോകത്തിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഭഗവാന് സേവനം ചെയ്ത് ഭഗവാനോടൊപ്പം ആനന്ദം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ഇതാണ് വിഷ്ണുവും കൃഷ്ണനും തമ്മിലുള്ള വ്യത്യാസം. ഭഗവാന്റെ അല്ലെങ്കിൽ കൃഷ്ണന്റെ വിസ്തരണമാണ് വിഷ്ണു എന്ന് പറയുന്നത്. ഈ ഭൗതിക ലോകത്തിന്റെ നാഥനാണ് വിഷ്ണു. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് വിഷ്ണുവാണ് ശ്രേഷ്ഠൻ, വിഷ്ണുവാണ് എന്നുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്കും മനസ്സിലാക്കി എടുക്കാൻ അവരാരും പരിശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹത്വം മനസ്സിലാകാത്തത്. ഈ ഭൗതിക ലോകത്തെ നിയന്ത്രിക്കുന്നത്, അതായത് സൃഷ്ടിസ്ഥിതി സംഹാരം ത്രിമൂർത്തികളാണ്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ. അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശത്താലാണ് വിഷ്ണു ഇത് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു. സോ എല്ലാവരും വരിക. മാതാജിയോട് ആദരപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ